വഖഫ് ബോർഡിന് ആരുടെയും ഭൂമി കൊള്ളയടിക്കാനുള്ള അനിയന്ത്രിതമായ അധികാരം കോൺഗ്രസ് ആണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ പല്ലും നഖവും പറിച്ചത് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ അധികാരം ഉപയോഗിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ വഖഫ് ബോർഡിൻ്റെ ബാക്കിയുള്ള കരുത്തുകൂടി ചോർത്തിക്കളയുന്ന നടപടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പതുക്കി വെച്ചത്. അതായത് ഇന്ത്യയിലാകെ 7,99,027 വസ്തുവകകൾ വഖഫിന് ഉണ്ട് എന്ന് കാണിച്ച് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. എന്നാൽ പല സംസ്ഥാനങ്ങളും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇതിൽ നിന്ന് ഭൂരിപക്ഷം പ്രോപ്പർട്ടികളെയും റിജക്റ്റ് ചെയ്തു. അങ്ങനൊന്നും നീ ഇത് വഖഫാണെന്ന് പറഞ്ഞ് അങ്ങ് രജിസ്റ്റർ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉമീദ് പോർട്ടലിൽ സംസ്ഥാന വഖഫ് ബോർഡുകൾ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളെ റിജക്റ്റ് ചെയ്തുകൊണ്ട് വഖഫിൻ്റെ ലാൻഡ് ജിഹാദിന്, ഭൂമിക്കൊള്ളയ്ക്ക് വലിയ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ. ഉത്തർപ്രദേശിൽ 2 വഖഫ് ബോർഡുകളുണ്ട്. അവിടെ ഷിയ മുസ്ലിമുകളുണ്ട്, സുന്നി മുസ്ലിമുകളുണ്ട്. അതുകൊണ്ട് ഷിയയ്ക്കും സുന്നിക്കും വേറെ വേറെ വഖഫ് ബോർഡുകളാണ്. ഉത്തർപ്രദേശിൽ സുന്നി വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത 29,724 വസ്തുവകകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു. നോക്കൂ, നമ്മൾ പറയുന്ന പോലെയല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. ഏറ്റവും വലിയ സംസ്ഥാനമാണ്. 28 കോടിയുണ്ട് ജനസംഖ്യ. പാകിസ്ഥാനിലാണ്ട് 20 കോടിയുള്ളൂ. പാകിസ്ഥാനേക്കാളും ഭൂവിസ്തൃതിയും ജനസംഖ്യയും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് വഖഫ് ബോർഡ് അവിടെ അവകാശം ഉന്നയിച്ചത് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി മുഴുവൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡുകൾ, സുന്നി ഷിയ വഖഫ് ബോർഡുകൾ ഇത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ സുന്നികൾ ബോർഡ് രജിസ്റ്റർ ചെയ്ത 29,724 വസ്തുക്കളും, ഷിയ അവർ താരതമ്യേന ചെറുതാണല്ലോ, അവർ രജിസ്റ്റർ ചെയ്ത 2,054 വസ്തുക്കളും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു. യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ തീരുമാനിച്ചു. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി വന്നതിന് ശേഷം വലിയ മാറ്റമാണ്. സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് 14,134 വസ്തുക്കൾ വഖഫാക്കി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ബംഗാൾ സർക്കാർ റദ്ദാക്കിയിരിക്കുന്നു. രാജസ്ഥാൻ സർക്കാർ 12,080 വസ്തുക്കൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. നോക്കൂ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അവരുടെ നാട്ടിലെ ഭൂമി, മുസ്ലിമുകളല്ലാത്തവരുടെ ഉൾപ്പെടെയുള്ള ഭൂമി, സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ഭൂമി, പൊതുഭൂമി ഉൾപ്പെടെ എല്ലാം വഖഫാണെന്ന് കാണിച്ച് ജമായത്തുകളും മസ്ജിദുകളും മുസ്ലിം സംഘടനകളും നടത്തിക്കൊണ്ടിരുന്ന ഭൂമിക്കുള്ളക്ക് അറുതി വരുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പോയി എടുത്ത് ദൂരെ കളഞ്ഞു, പോയി പണി നോക്ക്, അതൊന്നും പറ്റില്ല എന്ന് പറയുന്നു. ഇപ്പോൾ കേരളത്തിലെ ഒരു കണക്ക് നോക്കണം. അതായത് 7,99,027 വസ്തുക്കളാണ് വഖഫിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 79,905 പ്രോപ്പർട്ടികൾ കേരളത്തിലാണ്. അതായത് 79,905 എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളതിൻ്റെ 10% കേരളത്തിലാണ്. കേരളം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിനെയും രാജസ്ഥാനിനെയും ബീഹാറിനെയും പശ്ചിമ ബംഗാളിനെയൊക്കെ അപേക്ഷിച്ച് ചെറിയ സംസ്ഥാനമാണ്. കേരളത്തിലെ മുസ്ലിംകളുടെ എണ്ണവും ഈ സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാളും ചെറുതാണ്. എന്നിട്ടും ഏതാണ്ട് ആകെ ഉള്ള വഖഫ് പ്രോപ്പർട്ടികളുടെ സ്വത്തുക്കളുടെ 10% കേരളത്തിലാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കേരളം മാറി മാറി ഭരിച്ചു കൊണ്ടിരുന്ന ഇടതു വലതു സർക്കാരുകൾ ചെയ്തു കൊടുത്ത ഒത്താശകൾ കൊണ്ടാണ്. അതല്ലേ നമ്മൾ മുനമ്പത്ത് കാണുന്നത്. മുനമ്പത്താണ് 400-നും 600-നും ഇടയ്ക്ക് ഭൂമി വഖഫിൻ്റെ ആണെന്ന് പറയുന്നു. അതിപ്പോൾ സതീശൻ്റെ സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് CPM നിയമിച്ച വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ആ രജിസ്ട്രേഷൻ അസാധുവാണെന്ന് പ്രഖ്യാപിക്കാം. അതിനുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര വഖഫ് ബോർഡിനോട് പറയാം. കാമാന്ന് മിണ്ടില്ല, അനങ്ങില്ല. എന്നിട്ട് ഇവിടെ തർക്കം എന്താണെന്നറിയോ? വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
അതിനകത്ത് നോൺ മുസ്ലിമുകൾ മുസ്ലിമുകളെ വെക്കാമോ? കേരള സർക്കാർ പിണറായി വിജയൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ വഖഫ് ബോർഡിൽ 2 സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. 2 നോൺ മുസ്ലിമുകളെ വെക്കാനുള്ള സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു. സതീശൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കേസ് വന്നപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഇങ്ങനെ 2 സീറ്റ് ഒഴിവുണ്ട്, അത് നിയമാനുസൃതം പരിഗണിക്കാവുന്നതാണോ എന്ന് ഒറ്റ പറഞ്ഞു എന്നാണ് വിവാദം. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് VD സതീശനോ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബുവിനോ കോടതി പറയാൻ പറ്റുമോ? പാർലമെൻറ്റ് അംഗീകരിക്കുന്നതാണ് ഈ രാജ്യത്തെ നിയമം. വഖഫ് നിയമം ഭേദഗതി ചെയ്തു, മുസ്ലിമുകളെ വെച്ചേ പറ്റൂ. അങ്ങനെ ഇരിക്കെ അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വഖഫ് ബോർഡ് CPM-കാരനായ വഖഫ് ബോർഡ് ചെയർമാൻ പറയുന്നത് എന്താ? അല്ല, അത് നിയമിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ സതീശനെ കുറ്റം പറയുന്നതിനാ? അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബുവിനെ കുറ്റം പറയുന്നതിനാ? പിണറായി വിജയൻ ചോദിക്കുന്നത് അല്ല, കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെ അമുസ്ലിമുകളെ വെക്കാൻ പാടില്ല എന്ന്. കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയാൽ അതിന് കീറക്കടലാസിൻ്റെ അല്ല, കക്കൂസിൽ ഉപയോഗിക്കുന്ന മറ്റേ ടോയ്ലറ്റ് പേപ്പറില്ല, അതിൻ്റെ വിലയില്ല. ഇയാൾ പിണറായി വിജയൻ്റെ സർക്കാർ കൂടിയിട്ട് ഏകകണ്ഠമായിട്ട് CAA നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കിയില്ലേ? എന്നിട്ട് എന്നാ പറ്റി? CAA നടപ്പാക്കി. അത് പ്രകാരം ഒരുപാട് പേർക്ക് പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് വിലയുണ്ട്? കക്കൂസിലെ ടിഷ്യൂ പേപ്പറിന് വിലയില്ലാത്ത ഒരു കടലാസ് കഷ്ടമാണ്. ഹേ പിണറായി വിജയ, നിങ്ങൾ പാസാക്കിയ പ്രമേയം ഇത് നിങ്ങൾക്കറിയാം, അറിയാൻ മേലടിയല്ല. എന്നിട്ട് നിങ്ങൾ ചുമ്മാ ഞങ്ങൾ മുസ്ലിങ്ങളുടെ രക്ഷകരാണ് എന്ന് ഭാവിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാടകമാണ്. എന്നിട്ടിപ്പോൾ പറയും ഞങ്ങൾ പ്രമേയം പാസ്സാക്കി, അതുകൊണ്ട് സതീശൻ നടപ്പാക്കാൻ പാടില്ല. കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നടപ്പാക്കാൻ പറ്റില്ല, അതിന് പ്രമേയം പാസ്സാക്കിയതാണ് എന്ന് പറയുന്ന വിഡ്ഢിത്തം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. കാരണം ഒരു കുഴപ്പമുണ്ടാക്കണം, ഒരു ആശയക്കുഴപ്പമുണ്ടാകണം. അതുകൊണ്ടോ ഇപ്പോൾ പിണറായി ആയിരുന്ന കാലത്ത് പ്രമേയമൊക്കെ പാസ്സാക്കിയതാണ്, സതീശൻ വന്നിട്ട് ആ പ്രമേയം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയണം എന്നാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. എന്താ CAA വന്നു കഴിഞ്ഞാൽ, ശ്രീമതിയുടെ ഒരു പ്രസംഗമില്ല, CAA വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളോട് പ്രസംഗിക്കുകയാണ്, നിങ്ങളെല്ലാം പിടിച്ച് പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കും, അതിനു വേണ്ടിയിട്ടുള്ള നിയമമാണ് CAA എന്ന് ഇവന്മാർ നാട് നീളം മൈക്ക് കെട്ടി നടന്ന് പ്രസംഗിച്ചു. സത്യത്തിൽ അങ്ങനെയാണോ? പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ് CAA. എവിടുന്ന് കൊടുക്കാൻ? പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങൾക്ക്, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, സിഖുകാർ, അവർക്കൊക്കെ പൗരത്വം കൊടുക്കാനുള്ളതാണ്. അപ്പം ഇവർ പറയുന്നു മതം കൊണ്ടുവന്നു. അതിയുടെ മതമുണ്ട്. കാരണം എന്തെന്നറിയോ? അവിടെ ഈ 3 രാജ്യങ്ങളിലും ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ബുദ്ധമതക്കാർക്ക്, ജൈനർക്ക്, സിഖുകാർക്ക്, പാഴ്സികൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. അവർ കൊല്ലപ്പെടുന്നു, അവരെ തട്ടിക്കൊണ്ടു പോകുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു, അവരുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ ഇങ്ങോട്ട് വന്നാൽ അവരുടെ മാതൃഭൂവാണ് ഹിന്ദുമതവും സിഖ് മതവും ജൈനമതവും ഒക്കെ ഉണ്ടായത് ഇവിടെയാണ്. അവർക്കിവിടെ പൗരത്വം കൊടുക്കാവുന്ന നിയമം കിട്ടിയ പെർസിക്യൂഷൻ, മതപീഡനം അനുഭവിക്കുന്നവരാണ്. പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ മതപീഡനം അനുഭവിക്കുന്നുണ്ടോ? ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾ മതപീഡനം അനുഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഈ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, ദീനിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ സ്വർഗമാണല്ലോ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലം. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇസ്ലാമിക ഭരണമുള്ളപ്പോൾ അവൻ്റെ സുബർക്കമല്ലേ? അവിടെ നിന്ന് എന്തിനാണ് ഈ നരകത്തിലേക്ക്, കാഫിറുകളുടെ ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നത്? എന്നിട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുക മതം നോക്കി പൗരത്വം കൊടുത്തു. അങ്ങനല്ലല്ലോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറ്റില്ലെന്ന് ഇവിടെ ഇങ്ങനെ നിങ്ങൾ ജീവിക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് നമുക്ക് ശരിയായി നമ്മുടെ പ്രാർത്ഥന, നിസ്കാരം നടത്താൻ തുടങ്ങുമെങ്കിൽ പോലും അത് നമ്മുടെ ഗവർണറുടെ കീഴിലായിരിക്കണം. ഇപ്പോൾ കാഫറുകളുടെ ഗവർണറാണ്, ഇസ്ലാമിക ഭരണം വന്നേ പറ്റൂ എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ? അപ്പോൾ കുറച്ച് ഹിന്ദുക്കളും കുറച്ച് ക്രിസ്ത്യാനിയൊക്കെ അവിടെ പാകിസ്ഥാനിൽ തോക്കിൻ്റെ മുന്നിൽ ജീവിക്കുന്നവർ ഇവിടെ വന്ന് ജീവിക്കട്ടെ. അതിനല്ലേ CAA കൊണ്ടുവന്ന് അതിനെതിരെ പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്ന ആളുകൾ ആരെ പറ്റിക്കുകയായിരുന്നു? പിണറായിയുടെ കാലത്ത് ആദ്യം ഡിറ്റൻഷൻ സെൻറ്റർ, തടങ്കൽപ്പാളയം ആദ്യം ഇവിടെയല്ല ഉണ്ടാക്കിയത്, ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഉണ്ടാക്കിയത് ഇവിടെയാണെന്നാണ് തോന്നുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ വഖഫിൻ്റെ കെടുതിയിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ BJP സർക്കാർ നടക്കുന്നു. ഇവിടെ വളരെ നിസ്സാരമായി മുനമ്പത്തെ ഒഴിവാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കണക്കാക്കുമ്പോൾ
മറ്റു വലിയ സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വഖഫ് സ്വത്തുക്കൾ കേരളത്തിലാണ്. 79,905. അത് എങ്ങനെ വന്നു എന്നത് ആലോചിക്കണം. ഒപ്പം തന്നെ BJP ഭരിക്കുന്ന സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങളിൽ വഖഫിൽ എല്ലാ പ്രോപ്പർട്ടിയും കൊണ്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള പരിപാടിയും നടക്കുന്നില്ല. വഖഫിൻ്റെ അടപ്പൂരുകയാണ് സുവേന്ദു, യോഗി അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാർ. അത് വളരെ ശുഭകരമായ വാർത്തയാണ്. വഖഫ് എന്ന് പറയുന്ന ലാൻഡ് ജിഹാദ് മെഷീന് പൂർണ്ണമായ കടിഞ്ഞാണിടാൻ കഴിഞ്ഞിരിക്കുന്നു BJP ഭരണകാലത്ത് എന്ന് പറയാതെ തരമില്ല. നമ്മുടെ മാധ്യമങ്ങൾ മറച്ചുവെച്ച ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളാണ് എത്തിക്കുന്നത്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.